ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അന്നപൂർണയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഇന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെന്ന്. ഞാൻ കുറച്ച് നാളുകൊണ്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. NSS പെരിന്തൽമണ്ണ, NSS എന്ന് വെച്ചാൽ നാഷണൽ സർവീസ് സൊസൈറ്റി പെരിന്തൽമണ്ണ നടത്തുന്ന ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ഫാമിലി സൈക്കോളജി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് റിസൾട്ടൊക്കെ വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ട്, 5 റാങ്കുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് അവർ സർട്ടിഫിക്കറ്റ് കൊറിയർ വഴി അയച്ചു തന്നു. മലപ്പുറത്ത് വരെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം അനുവദിച്ചില്ല, മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊറിയർ വഴിയാകുമ്പോൾ നമുക്ക് അടുത്ത് കൊറിയർ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ പോയി വാങ്ങിക്കാം എന്ന് കരുതി. അങ്ങനെ സർട്ടിഫിക്കറ്റ് വന്ന സന്തോഷത്തിൽ ഇന്ന് അവിടെ വാങ്ങാനായി പോവുകയാണ്. എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരുങ്ങി കഴിയുമ്പോൾ രാവിലെ ഭയങ്കര ടെൻഷനായിരിക്കും. മോനെയൊക്കെ വിട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു കേട്ടോ. ബസ് വന്ന് ഞാൻ തലവലപ്പറമ്പിന് പോയി. തലവലപ്പറമ്പിൽ പോകാൻ കുറച്ചൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം യാത്രയുണ്ട്. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. NSSൻ്റെ വിവിധ കോഴ്സുകൾ NSS കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ലേണിംഗ് ഡിസബിലിറ്റിയുടെ കോഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ്, യോഗ ട്രെയിനിങ്, യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് തുടങ്ങിയ നിരവധി കോഴ്സുകളുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈൻ ക്ലാസ്സിനായിരുന്നു ചേർന്നത്. ഈ ക്ലാസ്സുകളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. അവിടുത്തെ അധ്യാപകരെ പറ്റി പറയാതിരിക്കാനായിട്ട് പറ്റത്തേയില്ല. ഓൺലൈൻ ആണ്, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണെന്നുള്ള ഒരു തോന്നലും നമുക്കുണ്ടാവില്ല. നമ്മളൊരു ക്ലാസ് റൂമിലിരുന്ന് ചെയ്യുന്നത് പോലെയായിരുന്നു ആ ക്ലാസ്സുകൾ മുഴുവനും ഞങ്ങൾ അറ്റൻഡ് ചെയ്ത്. ഞങ്ങൾക്ക് ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും അതേ ഫീലായിരുന്നു. ഞാൻ ആ ക്ലാസ്സിലിരിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ, ബാക്കി ആരെയും എനിക്ക് പരിചയമില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹം, സഹകരണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് അത് ഹെൽപ്പ് ചെയ്താണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മൈൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. മൈൻഡ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് വഴി ഞങ്ങൾ സമകാലീനമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഈ കൗൺസിലിംഗ് വേണ്ടുന്ന മേഖലകളിലെ പറ്റിയുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നാഷണൽ സർവീസ് സൊസൈറ്റിയുടെ തന്നെ കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്ററാണ് ഈ കോഴ്സുകളെല്ലാം കണ്ടക്ട് ചെയ്ത് നടത്തുന്നത്. 6 മന്ത് തൊട്ട് 1 ഇയർ ഒക്കെ ആയിട്ടുള്ള പല പല കോഴ്സുകളുണ്ട്. ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് മുഴുവനും നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. എനിക്ക് തന്നെ 4 പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ, എക്സാം ആകുമ്പോൾ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പ്രത്യേകം അവർ അയച്ചു തരും കേട്ടോ. എനിക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് NSSൻ്റെ സ്പെഷ്യൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളെ പറ്റിയിട്ട്. നല്ല മികച്ച ഒരു ടീമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാ ഡൗട്ടുകളും അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. എക്സാമിൻ്റെ സമയത്തായാലും, ഫീസ് അടയ്ക്കുന്ന സ്ട്രക്ചറായാലും, സ്റ്റഡി മെറ്റീരിയൽ ആയാലും, ക്ലാസ്സിനെ പറ്റിയിട്ടായാലും ഒക്കെ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും അവർക്ക് അപ്പം തന്നെ നമ്മളുടെ സംശയം ക്ലിയർ ചെയ്തായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും ഒരു നല്ല ഒരു ക്ലാസ്സും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഓൺലൈൻ ആണെങ്കിൽ പോലും അവർ പ്രൊവൈഡ് തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരിക്കലും ഓൺലൈൻ ക്ലാസ് ആണെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ല. ഈ കോഴ്സിന് ചേർന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ഒരുപാട് വർഷത്തെ കരിയറിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ ഒരുപാട് വർഷത്തെ ബ്രേക്ക് വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വളരെയധികം നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് ചേർന്നതിന് തന്നെ കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറുക, എനിക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് 100% എനിക്കത് സക്സസ് ആയിട്ടുണ്ട്. എൻ്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കോഴ്സ് കൊണ്ടുണ്ട് കേട്ടോ. ആരെങ്കിലും NSSൻ്റെ കോഴ്സുകൾക്ക് ചേർന്നെങ്കിൽ ചേർന്നോളൂ, വളരെ നല്ല ക്ലാസ്സുകളാണ്. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അവിടെ നല്ലൊരു സെറിമണിയൊക്കെ നടത്തിയിട്ടാണ് ഇത് സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തത്. അപ്പോൾ അതിന് പോകാനൊക്കാത്ത അവരുടെ ഫോട്ടോസൊക്കെ ഗ്രൂപ്പിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കോട്ടൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഫോട്ടോയിലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ അവരുടെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് തലവലപ്പറമ്പിലാണ് ഞാൻ പോയത്. തലവലപ്പറമ്പിൽ കൊറിയർ സെൻറ്ററിൽ പോയി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും വളരെ സന്തോഷമായിരുന്നു.
അങ്ങനെ ആ ഒരു സെഗ്മെൻ്റ് അങ്ങ് കഴിഞ്ഞു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ. അടുത്തൊരു ഒരു വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴേക്കും ബൈ.